തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സലീല കുമാരിയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് കൗൺസിലർ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര ആരോപണവുമായി വീട്ടമ്മയുടെ മകൻ രാഹുൽ. ജോസ് ഫ്രാങ്ക്ലിൻ പിന്തുണ നടത്തിയ കൊലപാതകമെന്ന് രാഹുൽ. ജനപ്രതിനിധി എന്ന നിലയിൽ പല ആവശ്യങ്ങൾക്ക് ജോസ് ഫ്രാങ്ക്ലിനുമായി ബന്ധപ്പെട്ടിരുന്നു. ജോസ് ഫ്രാങ്ക്ലിൻ ഉപദ്രവിക്കുന്നുവെന്ന് അമ്മ പരോക്ഷമായി പറഞ്ഞിട്ടുണ്ടെന്നും മകൻ രാഹുൽ 24-നോട്. 24 എക്സ്ക്ലൂസീവ് ആ മകൻ്റെ പ്രതികരണം ആദ്യം. ഈ ഒരു ലെറ്റർ കിട്ടിയതിന് ശേഷമാണ് നമുക്ക്, കാരണം എൻ്റെ അമ്മ ഇപ്പോൾ ലെറ്ററിൽ ഒരാൾ ആത്മഹത്യക്കുറിപ്പിൽ ഒരാളുടെ പേര് വ്യക്തമായിട്ട് എഴുതുമ്പോൾ അത് ചുമ്മാ ഒരു പേര് എഴുതിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അമ്മയ്ക്ക് അങ്ങനത്തെ വേറൊരു കാരണമില്ല. അമ്മ ഒരു മോനോട് അവസാനം പറയുന്ന പോലെയാണ് കത്തിൽ കൊടുത്തേക്കുന്നത്. മോൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ, എൻ്റെ കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, പല രീതിയിലുള്ള ഉപദ്രവങ്ങളും ശല്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു നാട്ടിലൊരു ജനപ്രതിനിധി, ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തിന് റിക്വസ്റ്റ് എന്തുണ്ടെങ്കിലും, അത് ഒരു കാര്യത്തിന് മാത്രമല്ല, എന്ത് കാര്യത്തിനും നമ്മൾ അവർ വഴിയല്ലേ മൂവ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ഒരാളാണ് ജോസ് ഫ്രാങ്ക്ലിനായിരുന്നു. കാരണം ഞാൻ അങ്ങനെയാണ് കണ്ടു വന്നിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ശരിക്കും വലിയ ഗുരുതരമായ ആരോപണമാണല്ലോ ഈ മകൻ ഉയർത്തിയിരിക്കുന്നത്. എസ്കേൻ, ഗുഡ് മോർണിംഗ്. എസ്കേൻ, അതിഗുരുതരമായിട്ടുള്ള ആരോപണം എന്നതിനപ്പുറത്തേക്ക് മകന്റെ വൈകാരികമായിട്ടുള്ള സംസാരം കൂടിയാണ് നമ്മൾ കേട്ടത്. അതായത് തൻ്റെ അമ്മയുടെ ആത്മഹത്യയുടെ അല്ലെങ്കിൽ മരണത്തിന്റെ കാരണം ഇതാണ് എന്നറിയുന്ന ഒരു മകന്റെ ഞെട്ടൽ അത് രാഹുലിന്റെ മുഖത്ത് നമുക്ക് കാണാം. നമ്മളോടക്കം സംസാരിക്കുമ്പോൾ അയാൾക്കത് സംസാരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാത്തത്ര മാനസിക വിഷമവും രാഹുലിനുണ്ട്. മിനിഞ്ഞാന്നാണ് സലിതകുമാരി മരിക്കുന്നത്. അതായത് വീട്ടിൽ തീ പടർന്ന്, അടുക്കളയിൽ വെച്ച് തീ പടർന്ന് അത് അങ്ങനെ ഉണ്ടായ അപകടം എന്നുള്ളതായിരുന്നു ആദ്യത്തെ വിലയിരുത്തൽ. എന്നാൽ അതിനുശേഷം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലടക്കം സംശയം തോന്നുകയും തുടർന്ന് മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ ആത്മഹത്യയുടെ കാരണം പുറത്തു വന്നത്. അതായത് നെയ്യാറ്റിൻകര നഗരസഭാ കൗൺസിലറും അതേപോലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോസ് ഫ്രാങ്ക്ലിൻ എന്നയാൾ തന്നെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു, ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെ നിർബന്ധിച്ചിരുന്നു, അതിനപ്പുറത്തേക്ക് ജീവിക്കാൻ അനുവദിച്ചില്ല എന്നൊക്കെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മകൻ രാഹുൽ തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്ന കാര്യം. തുടർച്ചയായ 2 കത്തുകളാണ് പോലീസിന് ഇപ്പോൾ, ആത്മഹത്യാക്കുറിപ്പുകളാണ് പോലീസിന് ലഭിച്ചത്. അതിൽ ഒന്നാമത്തേത് രാഹുലിന് വേണ്ടി എഴുതിയതും രണ്ടാമത്തേത് രാഹുലിന്റെ സഹോദരിക്ക് വേണ്ടി എഴുതിയതും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിലെടുത്തു പറയുന്ന കാര്യം, നേരത്തെ തന്നെ പരോക്ഷമായി ജോസ് ഫ്രാങ്ക്ലിൻ അമ്മയെ പിന്തുടരുന്നു എന്നുള്ളൊരു സൂചന അമ്മ നൽകിയിരുന്നുവെന്ന് രാഹുൽ പറയുന്നുണ്ട്. പക്ഷേ ഒരു പരിധി അക്കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കരുതിയത്. എന്നാൽ അമ്മയെ പലതരത്തിൽ ഉപദ്രവിക്കുകയും ഫോൺ വിളിച്ച് രാത്രി 11 മണിക്ക് ശേഷം അടക്കം ഫോൺ വിളിച്ച് ഉപദ്രവിക്കുന്നു, വീട്ടിലടക്കം വന്ന് ഉപദ്രവിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു. അങ്ങനെ ജോസ് ഫ്രാങ്ക്ലിൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യാൻ പറ്റാത്ത അത്രയുമുള്ള കാര്യങ്ങൾ ചെയ്ത് അമ്മ ആത്മഹത്യ ചെയ്തതല്ല, മറിച്ച് നിരന്തരം ജോസ് ഫ്രാങ്ക്ലിൻ പിന്തുടർന്ന് നടത്തിയ കൊലപാതകം എന്നുള്ളതാണ് രാഹുൽ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം ആ മകനുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസ് ഈ ആത്മഹത്യാക്കുറിപ്പടക്കം എടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ജോസ് ഫ്രാങ്ക്ലിനെ നമ്മൾ പലതവണ ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെയും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ ആത്മഹത്യാക്കുറിപ്പിലെ ഈ വിവരങ്ങൾ അതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ജോസ് ഫ്രാങ്ക്ലിനെ ഉടൻ തന്നെ കസ്റ്റഡി എടുക്കാനുള്ള സാധ്യതയടക്കം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ആ മകന്റെ, അതായത് അവസാനമായി അമ്മ താൻ മരിക്കാനിടയായിട്ടുള്ള കാരണം വ്യക്തമാക്കുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പും വായിച്ച മകന്റെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.